തുടർച്ചയായി ഭരിച്ചാൽ എന്തോ ഒരു കുഴപ്പം, അതൊരു സിദ്ധാന്തം ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ തുടർച്ചയായി ഭരിക്കുന്നത് നല്ലതല്ല, ഇടക്കിടക്ക് ഇങ്ങനെ മാറി മാറി വരണം. അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ ചോദിക്കൂ, ഈ 10 വർഷം ഭരിച്ചപ്പോൾ എന്തെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് അപകടം ഉണ്ടായോ? അപ്പൊ അതാരും പറയുന്നില്ല. ഇവിടെ പെൻഷൻ വർദ്ധിച്ചു, സ്കൂൾ പൂട്ടിയില്ല, സർക്കാർ സ്കൂൾ ഒറ്റ എണ്ണം പൂട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചും പല ചോദ്യം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, നമുക്ക് വിശദീകരിക്കും. ഒരൊറ്റ സർക്കാർ പള്ളിക്കൂടം 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ പൂട്ടിയിട്ടില്ല, രാജ്യം മുഴുവൻ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാഠപുസ്തകം പരീക്ഷ കാലത്ത് പോലും എത്താത്തത് സമയത്തെത്തി. ഇന്ത്യയിൽ മിക്കവാറും ഇടത്ത് PSC നിയമനങ്ങൾ മരവിപ്പിച്ചപ്പോൾ കേരളത്തിൽ 3 ലക്ഷം പേർക്ക് PSC നിയമനം കൊടുത്തു. വീട്ടമ്മമാരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിച്ചു. ചെറുപ്പക്കാരുടെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് കേരളത്തിൽ തുടങ്ങി. 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് നൽകി. അത്ര തന്നെ ആളുകൾക്ക് പട്ടയം കൊടുത്തു. ദേശീയപാത വികസനം, ഗെയിൽ വാതക പൈപ്പ് ലൈൻ, ഫോൺ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നു വേണ്ട വൻകിട പദ്ധതികൾ, ഒപ്പം സാധാരണക്കാരുടെ ജീവിതത്തിൽ ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികൾ, ഇതെല്ലാമാണ് വന്നത്. അപ്പൊ ഇതിനാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവർ പറയുന്ന ഭരണമൊന്നും കുഴപ്പമില്ല, നല്ല ഭരണമാണ്. അപ്പൊ എനിക്കുള്ള സംശയം, ഒരു നല്ല ഭരണം നടന്നാൽ പിന്നെ ഒരു ദുർഭരണം വരണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? തുടർച്ചയായി നല്ല ഭരണം പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? തുടർച്ചയായി നല്ല ഭരണമാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ഒരു നല്ല ഭരണം കഴിഞ്ഞാൽ ഒരു ദുർഭരണം, പിന്നെ ഒരു സദ്ഭരണം, പിന്നെ ഒരു ദുർഭരണം, അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നും വേണമെന്ന് ജനാധിപത്യത്തിൽ വാശി പിടിക്കണ്ട. എല്ലായ്പ്പോഴും സദ്ഭരണമാവട്ടെ. പവർ കട്ടിന്റെ കാലം വേണ്ട, നിയമന നിരോധന ഉത്തരവിന്റെ കാലം വേണ്ട, പെൻഷൻ മുടങ്ങുന്ന കാലം വേണ്ട, ട്രഷറി പൂട്ടുന്ന കാലം വേണ്ട, റോഡിൽ കുണ്ടും കുഴിയുമായി ആളുകളുടെ നടുവടിക്കുന്ന കാലം വേണ്ട, വർഗീയ കലാപങ്ങൾ മനുഷ്യന്റെ സ്വൈരജീവിതം തകർക്കുന്ന കാലം വേണ്ട. നല്ല കാലം മായാതെ തുടരട്ടെ എന്നേ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കൂ.